ഒരുപക്ഷെ രോഹിത് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആയിരുന്നില്ലെങ്കിൽ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത എക്കാലത്തെയും മികച്ച ബാറ്റിംഗ് ലെജൻസിൽ ഒരാളായി കളമൊഴിഞ്ഞേനെ. രോഹിതിന്റെ നല്ല പ്രായം കഴിഞ്ഞാണ് ക്യാപ്റ്റൻസി കിട്ടുന്നത്. 2022 ഏകദേശം 35 വയസ്സിൽ. ഒരുപാട് വൈകിപ്പോയി എന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. സ്റ്റിൽ അദ്ദേഹം വലിയൊരു ഇമ്പാക്ട് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പുതിയൊരു ഗെയിം കൾച്ചർ കൊണ്ടുവന്നു. 2 ICC ട്രോഫി നേടി. കപിലിന്റെയും ധോണിയുടെയും ഒപ്പം തന്റെ പേര് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ സുവർണലിപികളാൽ എഴുതി ചേർത്തു. ഇത്രയധികം ടീമിലെ യങ്സ്റ്റേഴ്സാൽ സ്നേഹിക്കപ്പെട്ട മറ്റൊരു ക്യാപ്റ്റൻ ഉണ്ടാകില്ല. അത്രയധികം കംഫർട്ടാണ് രോഹിത് അവർക്കൊരുക്കിയത്. അത് ഓരോ യങ് പ്ലെയറും രോഹിതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന സ്നേഹം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാവരാലും സ്നേഹിക്കപ്പെട്ട ഒരേയൊരു ക്യാപ്റ്റൻ. തലമുറ മാറ്റം ഗെയിമിന്റെ ഭാഗം തന്നെയാണ്. വ്യക്തികൾ മാറും, ഇന്ത്യൻ ക്രിക്കറ്റ് നിലനിൽക്കും. ഒരുപക്ഷെ ഇതൊക്കെ നേരത്തെ തീരുമാനിച്ചതാവാം. എങ്കിലും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിഷമം മാത്രം ബാക്കി നിൽക്കുന്നു.